അദ്ദേഹം വീണ്ടും സ്റ്റാലിൻ്റെ കാലം കൂട്ടക്കൊല ലക്ഷം പറയുകയാണ്. ഞാൻ അവതാരകനോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച്, സോവിയറ്റ് വിഷയങ്ങളെക്കുറിച്ച് ഒരു ചർച്ച വെക്കൂ. ഞാൻ വരാൻ തയ്യാറാണ്, എപ്പോഴും ഞാൻ വരാൻ തയ്യാറാണ്, ഞാൻ തൽപരനുമാണ്. വില്യം ഹെർസ്റ്റിനെ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ളൊരു വൻ പ്രചാരവേലയുണ്ട്. ആ പ്രചാരവേല ഇദ്ദേഹത്തെ പോലുള്ളവർ തൊടാതെ വിടുകയാണ്. അവർ തന്നെ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലെ പരാമർശിച്ച ഒരു വാചകം ഞാൻ പറയാം. ഈ കെട്ടിച്ചമയ്ക്കുന്ന നുണപ്രചാര വേലകൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവ പ്രയോജനപ്രദരായ വിഡ്ഢികൾക്ക് ഉപകാരപ്പെടും. അതാണ് അവർ പറഞ്ഞത്. അതായത് ഈ പടച്ചുവിടുന്ന നുണകൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രയോജനപ്രദരായ വിഡ്ഢികൾക്ക് ഉപകാരപ്പെടും എന്നാണ് പറഞ്ഞത്. ആ കണക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം വരുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാം. ഇപ്പൊ ചർച്ച ചെയ്യുന്ന വിഷയം വെഞ്ഞാറമൂടിലെ ഇരട്ടക്കൊലയല്ലേ? അങ്ങ് ഇങ്ങനെ ഒരു സമീപനം അതിനോട് സ്വീകരിക്കുന്നത് ശരിയാണോ? മൊയാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് പറയണത് അറിഞ്ഞുകൂടാന്ന്. മൊയാരത്ത് ശങ്കരൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് അങ്ങേക്ക് അറിയാത്തതാണോ? അങ്ങ് സത്യസന്ധമായി പറയൂ. രാഷ്ട്രീയത്തിൽ സത്യസന്ധത വേണ്ടേ? അങ്ങ് അഴീക്കോടിനെ കുറിച്ച് ചോദിക്കുന്നു. അഴീക്കോടൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് അങ്ങേക്ക് അറിയില്ലേ? എ വി ആര്യൻ ആരായിരുന്നു? എ വി ആര്യൻ ഏത് കമ്മ്യൂണിസ്റ്റ് എന്ന് സർവനാമത്തിൽ പറയരുത്. തട്ടിലെ സ്റ്റേറ്റ് കൊലപാതകം അങ്ങ് കേട്ടിട്ടില്ലേ? നവാബ് രാജേന്ദ്രന്റെ അനുഭവം അങ്ങേക്ക് അറിയില്ലേ? ഈ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്നത്തെ സാഹചര്യത്തിൽ ആരെല്ലാമാണ് പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ളത്, ആരുടെ നേരെയാണ് ഇതിൻ്റെ കുറ്റം ചെന്നെത്തിയിട്ടുള്ളത് അങ്ങേക്ക് അറിയാത്തതാണോ? ഞാൻ ഉന്നയിച്ചത് അങ്ങനെ അല്ലല്ലോ. ഞാൻ 6 പേരുടെ പേര് പറഞ്ഞു, 2 തവണ ആവർത്തിച്ചു, ഇനി ആവർത്തിക്കുന്നില്ല. സമീപകാലത്ത് നടന്ന കൊല ഉൾപ്പെടെ അതിലുണ്ട്. അതിന് അങ്ങേക്ക് ഒരു വാക്ക് പറയാനില്ലല്ലോ. കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ അങ്ങയോട് പറഞ്ഞു. വിമാനം തട്ടിക്കൊണ്ടുപോയ കേസ് ഇന്ത്യയിൽ അങ്ങ് കേട്ടിട്ടുണ്ടോ? തീവ്രവാദ പ്രസ്ഥാനമല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി വിമാനം തട്ടിക്കൊണ്ടുപോയത് അങ്ങേക്കൊന്നും പറയാനില്ലല്ലോ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കൊലയാളികളെന്ന് ഞാൻ നിങ്ങളെ വിളിച്ചത് ബോധപൂർവമാണ്. അതിൽ അങ്ങേക്ക് വിഷമമുണ്ടായെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. അങ്ങ് വിഷമിക്കുകയല്ല വേണ്ടത്. ഇനിയെങ്കിലും ആ കൊലപാതകം ഉണ്ടാവാതിരിക്കാൻ അങ്ങയുടെ അണികളെ ഉപദേശിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പാർട്ടിയെ കൊലയാളി പാർട്ടി എന്നല്ലാതെ ഞാൻ എന്തു വിളിക്കും? ഇന്ത്യയിൽ ആദ്യമായി ഒരു MLA വെടിവെച്ച് കൊന്നത് ഈ കേരളത്തിലല്ലേ? 969 എൻ്റെ നാട്ടിലാണ്. അങ്ങേക്കറിയില്ലേ MLA ആരായിരുന്നു എന്ന്? കുഞ്ഞാലിയെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുൻ MLA വെടിവെച്ച് കൊന്നത് നിങ്ങളല്ലേ? 71 അബ്ദുൽ ഖാദറിനെ നിങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്നില്ലേ? പാർട്ടി മാറി CPM ചേർന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് വെടിവെച്ച് കൊന്നില്ലേ നിങ്ങൾ? ഈ രാജ്യത്താദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാനെ കൊന്നത്, വെട്ടി നുറുക്കിയത് നിങ്ങളല്ലേ? വത്സലിനെ വെട്ടിക്കൊന്നത്. ഈ രാജ്യത്താദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കല്ലെറിഞ്ഞു കൊന്നത് ഈ കേരളത്തിലാണ്, രാമന്തളിയിൽ. നിങ്ങളുടെ ഘടകകക്ഷിയാണ് ചെയ്തത്. ഇതെല്ലാം ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്കുകൾ ചരിത്രം വെച്ച് അങ്ങ് സംസാരിക്കൂ. അങ്ങ് എറണാകുളം ജില്ലക്കാരനാണ്, ഞാനും ഇപ്പോൾ എറണാകുളത്താണ്. ഇവിടെ എത്ര വേദനാജനകമായ അനുഭവം. ഈ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ പഠിക്കാൻ വന്ന കുമാരൻ വൈദ്യരുടെ മകൻ PK രാജനെ കുത്തി മലർത്തി കൊന്നതാരാ? എത്ര അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. 1, 2, 10 പാടോ അനുഭവങ്ങളുള്ളത്. മോഹനെയും ബഷീറിനെയും കൊന്നത് അങ്ങ് മറന്നു പോയിട്ടുണ്ടോ? അത് മുളവുകാട്ട് പോൾസനെ കൊന്നതാരാ? ശശിയെയും ജയനെ കൊന്നതാരാ? എല്ലാവരും പറയുമല്ലോ കണ്ണൂരാണ് കൊലപാതക രാഷ്ട്രീയം എന്ന്. എറണാകുളത്ത് എത്ര CPMകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഈ ചോരക്കായുമായി നിങ്ങൾ നിൽക്കുകയാണ്. ഞാനിതിൽ നിങ്ങളെ തൂക്കാൻ വിധിക്കല്ല. ഞാൻ പറയുന്നത് ഇത് എവിടെയെങ്കിലും അവസാനിക്കണ്ടേ? നിങ്ങൾ ഏകപക്ഷീയമായി ഇങ്ങനെ തുടങ്ങിയാൽ തിരിച്ചടി ഉണ്ടാവില്ലേ? നിങ്ങളുടെ പ്രവർത്തകരും കൊല്ലപ്പെടില്ലേ? നിങ്ങൾ കലവറയില്ലാതെ ഇതിനെ തള്ളിപ്പറ. ഈ പിടിച്ച ആളുകളെ തള്ളിപ്പറ. INTUCയുടെ മണ്ഡലം ഭാരവാഹിയെ പിടിക്കുമ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ പുറത്താക്ക്. എന്നിട്ട് നിങ്ങൾ പറ, ഈ കൊലപാതകം അപലപനീയമാണ്, ബന്ധമുള്ളവരെ ഞങ്ങൾ പുറത്താക്കുന്നു, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല, ആരും കൊല്ലപ്പെടരുത്, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക. അതല്ല മനുഷ്യത്വം. ആ മനുഷ്യത്വം നിങ്ങൾ ചെയ്യുന്നുണ്ടോ?